ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അത ഏകചഷ്ടി തമോധ്യായ 61 അധ്യായത്തില് 20 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. രുക്മിണിയുടെ പുത്രനായ പ്രത്യുമ്നൻ രുക്മിയുടെ പുത്രിയായ രുക്മാവതിയെ വിവാഹം കഴിച്ചു. അവർക്ക് പുത്രനായി അനിരുദ്ധൻ ജനിച്ചു. കൃഷ്ണന് എല്ലാ ഭാര്യമാരിലും ഓരോ പുത്രിയും ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു 10 പുത്രന്മാർ എന്ന് പറഞ്ഞു. ഓരോ ഭാര്യമാരിലും ഓരോ പുത്രിയും കൂടെ ഉണ്ടായിരുന്നു. രുക്മിണിയുടെ മകൾ ചാരുമതി കൃതവർമാവിന്റെ പുത്രനായ ബലിയെ വിവാഹം കഴിച്ചു. രുക്മിയുടെ പുത്രന്റെ പുത്രിയായ രോചനയെ അനിരുദ്ധൻ വിവാഹം ചെയ്തു. അനിരുദ്ധന്റെ വിവാഹ മഹോത്സവത്തിൽ കള്ളച്ചൂത് കളിച്ച രുക്മിയെ ബലരാമൻ വധിക്കുന്നു. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. രാജോവാചാം കഥം രുക്മ്യാരിപുത്രായ പ്രാതദുഹിതരം യുധി കൃഷ്ണേന പരിഭൂതസ്ഥം ഹന്തും ചന്ദ്രം പ്രതീക്ഷതേ ഏതദാഖ്യാതിമേ വിദ്വൻ ദിശോർവൈവാഹികം മിഥ. അപ്പൊ ഇങ്ങനെ പ്രത്യുമ്നന്റെ ഭാര്യ ആയത് രുക്മാവതിയാണ്. രുക്മാവതി രുക്മിയുടെ പുത്രിയാണ്. അപ്പൊ രാജാവ് ചോദിക്കുകയാണ്, പരീക്ഷിത്ത് ചോദിക്കുകയാണ്, കഥം രുക്മി അരിപുത്രായ പ്രാതാത്, അതായത് രുക്മി എങ്ങനെയാണ് തന്റെ ശത്രുവായ അരിപുത്രായ പ്രാതാത് ദുഹിതരം, തന്റെ പുത്രിയെ തന്റെ ശത്രു, കൃഷ്ണൻ രുക്മിയുടെ ശത്രുവാണല്ലോ, അപ്പോ തന്റെ പുത്രിയെ രുക്മാവതിയെ അരിപുത്രായ ശത്രുവിന്റെ പുത്രന്, അതായത് പ്രത്യുമ്നന് കഥം എങ്ങനെ പ്രാതാത് കൊടുത്തു, കൃഷ്ണന്റെ പുത്രനായ പ്രത്യുമ്നന് എങ്ങനെ രുക്മിയുടെ മകളായ രുക്മാവതിയെ കൊടുത്തു. യുദ്ധത്തിൽ കൃഷ്ണനാൽ പരിഭൂത, അവമാനിക്കപ്പെട്ടവനായി, അതായത് രുക്മിണിയുടെ വിവാഹ സമയത്ത് മുടിയെല്ലാം മുറിച്ച് രുക്മിയെ വിരൂപനാക്കിയല്ലോ, അവനെ ഹനിക്കാനായിക്കൊണ്ട് രന്ധ്രം അവസരത്തെ പ്രതീക്ഷതേ കാത്തുകൊണ്ടിരിക്കുന്നു. വിദ്വൻ, ഹേ സർവജ്ഞ, ദിശോ ശത്രുക്കൾക്ക് മിഥ അന്യോന്യം വൈവാഹികം, വിവാഹ കാരണം എന്തെന്ന് ഏതത് ഇതിനെ മേ എനിക്കായിക്കൊണ്ട് ആക്കിയാകി. അപ്പൊ ഈ ശത്രുക്കൾ തമ്മിൽ എങ്ങനെ വിവാഹം കഴിച്ചു എന്ന് പറയണമെന്ന് പരീക്ഷിത്ത് ശ്രീശുകനോട് ആവശ്യപ്പെട്ടു. രാജോവാച കഥം രുക്മി അരിപുത്രായ പ്രാതദുഹിതരം യുധി കൃഷ്ണേന പരിഭൂതസ്ഥം ഹന്തും ചന്ദ്രം പ്രതീക്ഷതേ ഏതദാഖ്യാതി മേ വിദ്വൻ ദിശോർ വൈവാഹികം മിഥാഹ. ശ്ലോകം 21. അനാഗതമതീതം ച വർത്തമാനമതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യതി യോഗിനഃ. അനാഗതം, അതീതം, വർത്തമാനം, അതീന്ദ്രിയം. അനാഗതം വരാത്തതും, അതായത് വരാൻ പോകുന്നതും, അതീതം കഴിഞ്ഞതും, ഭൂതം ആയിട്ടുള്ള കഴിഞ്ഞുപോയത്, അതീന്ദ്രിയം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും, വികൃഷ്ട ദൂരത്തിലിരിക്കുന്നതും, അതായത് വരാൻ പോകുന്നതും കഴിഞ്ഞതും ഇപ്പോൾ നടക്കുന്നതും. അതീന്ദ്രിയം എന്ന് പറഞ്ഞാല് യോഗികൾ സാക്ഷാത്തായി കാണുന്നത്, നമുക്കൊന്നും കാണാൻ പറ്റാത്ത, അതാണ് അതീന്ദ്രിയം. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത്. വിപ്രകൃഷ്ട ദൂരത്തിലിരിക്കുന്നതും, വ്യവഹിതം മറയ്ക്കപ്പെട്ടതുമായ വർത്തമാനം, വർത്തമാനത്തെയും യോഗികൾ സമ്യക് നന്നായി പശ്യന്തി കാണുന്നു. അപ്പൊ യോഗികൾ വരാൻ പോകുന്നതും കഴിഞ്ഞതും വർത്തമാനത്തിലുള്ളതും
എല്ലാം യോഗികൾക്ക് കാണാൻ പറ്റും. നമുക്കൊക്കെ ആണെങ്കിലോ ഇപ്പോൾ കൺമുമ്പിൽ നടക്കുന്ന വർത്തമാനത്തിലുള്ളത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. പക്ഷെ അങ്ങയെപ്പോലുള്ളവർ അങ്ങനെയല്ല. പരീക്ഷിത്ത് ശ്രീശുകനോട് പറയുന്നതെന്ന്, സ്പർശിക്കാൻ കഴിയാതെ ദൂരെ ഇരിക്കുന്നതും മറയ്ക്കപ്പെട്ടതുമായ സകലതും അങ്ങയെപ്പോലുള്ള യോഗികൾ കാണുന്നു. അതുകൊണ്ട് ഇതിനുള്ള കാരണവും യോഗീശനായ അങ്ങ് അറിയും, അത് എന്നോട് പറയണം എന്ന് പരീക്ഷിത്ത് ശുകനോട് പറയുകയാണ്. അനാഗതമതീതം ച വർത്തമാനമതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യന്തി യോഗിനഃ. ശ്ലോകം 22. ശ്രീശുകവാചാം വൃതസ്വയംവരേ സാക്ഷാത് അനംഗോ അംഗയുധസ്തയാ രാജ്ഞാ സമേതാൻ നിർജിത്യ ജഹാര ഏകരഥോ യുധി. വൃത സ്വയംവരേ സാക്ഷാത് അനംഗഃ അംഗയുധ തയാ. സാക്ഷാത് അനംഗഃ, സാക്ഷാത്തായ അനങ്കൻ കാമദേവൻ, അംഗയുധാഹ അംഗത്തോട് യോജിച്ചവനായ സഹ അവൻ, സ്വയംവരേ സ്വയംവരത്തിൽ തയ അവളാൽ വൃത മരിക്കപ്പെട്ടു, സമേതാൻ സംപ്രാപ്തന്മാരായ രാജ്ഞാഹ രാജാക്കന്മാരെ യുദ്ധത്തിൽ ഏകരഥനായിട്ട് നിർജിത്യ ജയിച്ചിട്ട് ജഹാര ഹരിച്ചു. ഇപ്പൊ പരമേശ്വരന്റെ നേത്രാഗ്നിയിൽ ദഹിച്ചതു മുതൽ സാക്ഷാൽ മന്മഥൻ സ്ഥൂല ശരീരമല്ലാത്തവൻ ആയി സൂക്ഷ്മ ഹൃദയ ശരീരത്തോടുകൂടി ജനങ്ങളുടെ ഹൃദയത്തിൽ മഥനം ചെയ്തുകൊണ്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈശ്വരേച്ഛയാൽ ആ മന്മഥൻ തന്നെ ആരായി ജനിച്ചു? പ്രത്യുമ്നനായി ജനിച്ചു. അപ്പൊ രുക്മിയുടെ പുത്രിയായ രുക്മവതിക്ക് സ്വയംവരം നിശ്ചയിച്ചപ്പോൾ പ്രത്യുമ്നനും രാജാക്കന്മാരുടെ സംഘത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാക്ഷാൽ മന്മഥനെ പ്രത്യക്ഷമായി കണ്ട രുക്മാവതി എന്ത് ചെയ്തു? രുക്മവതി ഈ പ്രത്യുമ്നനെ മോഹിച്ചു, അവനെ തന്നെ വരിച്ചു. സ്വയംവര മണ്ഡപത്തിലല്ലേ, അവനെ വരിച്ചു. അപ്പൊ രാജാക്കന്മാർ അപ്പോൾ എതിർത്തു. ഒരേ തേരാകുന്ന സഹായത്തോടു കൂടിയ പ്രത്യുമ്നൻ യുദ്ധത്തിൽ ആ രാജാക്കന്മാരെ മുഴുവൻ ജയിച്ചു. അപ്പൊ പ്രത്യുമ്നൻ ആ തേരിലിരുന്നുകൊണ്ട് തന്നെ എല്ലാവരും, കാരണം കൃഷ്ണന്റെ പുത്രനാണല്ലോ, അപ്പൊ കൃഷ്ണൻ രുക്മിണി അപഹരിച്ചതും അതുപോലെ അല്ലേ. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ രുക്മിണി അപഹരിച്ചതുപോലെ തന്നെ പ്രത്യുമ്നൻ ഈ രുക്മാവതിയും കൊണ്ട് തേരിൽ കയറി മറ്റുള്ളവർ യുദ്ധത്തിന് വന്നപ്പോൾ അവരെ മുഴുവൻ ജയിച്ച് കന്യകയും കൊണ്ട് പോരുകയും ചെയ്തു. അങ്ങനെയാണ്, അല്ലാതെ രുക്മി വിവാഹം ചെയ്തു കൊടുത്തത് അല്ല. തന്റെ മകളായ രുക്മാവതിയെ പ്രത്യുമ്നൻ സ്വയംവര മണ്ഡപത്തിൽ വെച്ച് രുക്മാവതി തന്നെ പ്രത്യുമ്നനെ വരിച്ചു. മറ്റുള്ളവരെ എതിർത്തിട്ട് അവരെ എല്ലാം ജയിച്ചിട്ട് പ്രത്യുമ്ന അവളെയും കൊണ്ടേക്ക് പോന്നു. വൃതസ്വയംവരേ സാക്ഷാത് അനംഗോ അംഗയുധസ്തയാ രാജ്ഞാ സമേതാൻ നിർജിത്യ ജഹാര ഏകരഥോ യുധി. ശ്ലോകം 23. യദ്യപ്യനുസ്മരൻ വൈരം രുക്മി കൃഷ്ണാവമാനിതഃ വ്യതരത് ഭാഗിനേയായ സുതാംകുർവൻ സ്വസുപ്രിയം. യത് അപ്യ അനുസ്മരൻ വൈരം രുക്മി കൃഷ്ണ അവമാനിതഃ. കൃഷ്ണനാൽ അവമാനിക്കപ്പെട്ട രുക്മി വൈരത്തെ അനുസ്മരൻ യതിയപി ഓർമ്മിച്ചു എങ്കിലും സ്വസു സഹോദരിയുടെ പ്രിയം ഇഷ്ടത്തെ കുർവൻ ചെയ്യുന്നവനായിട്ട് ഭാഗിനേയ ഭഗിനിയുടെ പുത്രനായിക്കൊണ്ട് സുതാം പുത്രിയെ വെതരത് കൊടുത്തു. അപ്പോൾ മറ്റുള്ളവരെ ഒക്കെ ഒന്ന് എതിർത്ത് നോക്കിയെങ്കിലും രുക്മി എതിർത്തില്ല. കാരണം തന്റെ സഹോദരിയുടെ പുത്രനാണല്ലോ. സഹോദരിയോടുള്ള സ്നേഹനിമിത്തം സ്വപുത്രിയുടെ ഭർത്താവായി വന്നതിൽ അനുമോദിച്ച് കല്യാണം വിഹിതമായി തന്നെ പിന്നെ നടത്തിക്കൊടുത്തു. സ്വയംവരത്തില് രുക്മാവതി തെരഞ്ഞെടുത്തതല്ലേ. അപ്പൊ മറ്റുള്ള രാജാക്കന്മാരെ എതിർത്തെങ്കിലും രുക്മിക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. കാരണം തന്റെ സഹോദരിയുടെ പുത്രനാണല്ലോ. യദ്യപ്യനുസ്മരൻ വൈരം രുക്മി കൃഷ്ണാവമാനിതഃ വ്യതരദ്ഭാഗിനേയായ സുതാം കുർവൻ സുപ്രിയം. ശ്ലോകം 24. രുക്മിണ്യാസ്തനയാ രാജൻ കൃതവർമ്മ സുതോ ബലി ഉപയേമേ വിശാലാക്ഷിയും കന്യാം ചാരുമതിയും കിലാം. കൃതവർമ്മ സുത, കൃതവർമാവിന്റെ പുത്രനായ ബലി എന്നു പേരായവൻ വിശാലാക്ഷി വിശാല കണ്ണുകളോടുകൂടിയ ചാരുമതിയും
ചാരുമതി എന്ന പേരോടുകൂടിയവളും രുക്മിണ്യാസ്തനയ, രുക്മിണിയുടെ പുത്രിയുമായ, രുക്മിണിയുടെ പുത്രിയുടെ പേരാണ് ചാരുമതി. അപ്പൊ ചാരുമതി എന്ന കന്യകയെ ഉപയേമേ കല്യാണം കഴിച്ചു. ആര്? കൃതവർമാവിന്റെ പുത്രനായ ബലിയാണ് രുക്മിണിയുടെ പുത്രി ചാരുമതിയെ വിവാഹം കഴിച്ചത്. അപ്പോൾ കൃഷ്ണന് എല്ലാ ഭാര്യമാരിലും 10 പുത്രന്മാരും ഓരോ പുത്രിമാരുമുണ്ട്. എല്ലാ പേരുടെയും കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ മൂത്ത പുത്രിയുടെ വിവാഹ കാര്യം മാത്രം ഇവിടെ പറയുന്നു. രുക്മിണിയുടെ മകൾ ചാരുമതി സുന്ദരിയായിരുന്നു. കൃതവർമാവിന്റെ പുത്രനായ ബലി വിവാഹം കഴിച്ചു. അപ്പം മറ്റു പുത്രിമാരെ, കൃഷ്ണന്റെ മറ്റു പുത്രിമാരെയൊക്കെ യഥോചിതം വിവാഹം ചെയ്ത് കൊടുത്തു എന്നർത്ഥം. രുക്മിണ്യാസ്തനയ രാജൻ കൃതവർമ്മ സുതോ ബലി ഉപയേമേ വിശാലാക്ഷിയും കന്യാം ചാരുമതിയെങ്കിലാം. ശ്ലോകം 25. ദൗഹിത്ര്യായ അനുരുദ്ധായ പൗത്രീൻ രുക്മ്യാധാധരേ രോചനാം ബദ്ധ വൈരോപി സ്വസുപ്രിയ ചികീർഷയാ ജാനന്നധർമ്മം തദ്യൗനം സ്നേഹപാശാനുബന്ധനഃ. ദൗഹിത്രായ അനുരുദ്ധായ പൗത്രീം രുക്മി അതാത് ഹരേഹേ, ഹരിയുടെ നേരെ ബദ്ധവൈരഹ ശത്രുത ഉണ്ടായിരുന്നുവെങ്കിലും രുക്മി ദൗഹിത്രായ, അതായത് പുത്രന്റെ ദുഹിതാവിന്റെ പുത്രൻ, തന്റെ പുത്രന്റെ പുത്രിയായ രോചനയെ അനുരുദ്ധനായിക്കൊണ്ട് പൗത്രിയും പുത്രന്റെ പുത്രിയായ രോചനയെ അതാ വിവാഹം ചെയ്തു കൊടുത്തു. പൗത്രിയും പുത്രന്റെ പുത്രിയായ രോചനയെ പ്രത്യുമ്നന്റെ മകനായ അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുത്തു. തദ്യൗന, ആ സംബന്ധം അധർമ്മം, ധർമ്മമല്ല എന്ന് രാജൻ നബി അറിയുന്നവനായിരുന്നുവെങ്കിലും സ്നേഹപാശാനുബന്ധക, സ്നേഹമാകുന്ന പാശത്താൽ ബന്ധിക്കപ്പെട്ടവനായി സ്വസു, സഹോദരിയുടെ പ്രിയ ചികീർഷയ, പ്രിയം ചെയ്യാനുള്ള ഇച്ഛയാൽ അതും ചെയ്തു. അപ്പോൾ മകളെയും വിവാഹം ചെയ്തു കൊടുത്തു, തന്റെ മകളെ സഹോദരിയുടെ മകന് വിവാഹം ചെയ്തു കൊടുത്തു, പുത്രനെ സഹോദരിയുടെ മകന് വിവാഹം ചെയ്തു കൊടുത്തു, അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുത്തു. അത് രുക്മിണിയോടുള്ള സ്നേഹബന്ധം നിമിത്തമാണെന്ന് പറയുന്നു. ദൗഹിത്രായ അനിരുദ്ധായ പൗത്രീൻ രുക്മ്യാദാത് ഹരേ രോചനാം ബദ്ധ വൈരോപി സ്വസുപ്രിയ ചികീർഷയ ജാനൻ അധർമ്മം തത്യൗനം സ്നേഹപാശാനുബന്ധനകാം. ശ്ലോകം 26. തസ്മിൻ അഭ്യുദയേ രാജൻ രുക്മിണീ രാമകേശവൗ പുരം ഭോജകടം ജഗ്മു സാംബ പ്രത്യുമ്നകാതയാ. തസ്മിൻ അഭ്യുദയേ രാജൻ, ഹേ രാജാവേ, തസ്മിൻ അഭ്യുദയേ, ആ അഭ്യുദയത്തിൽ രുക്മിണിയും രാമകേശവും, രാമനും കേശവനും സാംബ പ്രത്യുമ്നാദയ, സാമ്പൻ പ്രത്യുമ്നൻ മുതലായവരും ഭോജകടം എന്ന പുരത്തെ ജഗ്മു പ്രാപിച്ചു. അപ്പോൾ ഭോജകടത്തിലാണല്ലോ രുക്മി താമസിക്കുന്നത്. അപ്പോൾ അനിരുദ്ധന്റെ വിവാഹ മഹോത്സവം നടക്കുന്ന അവസരത്തിൽ അവിടെ രാമകൃഷ്ണന്മാര്, രുക്മിണി, സാമ്പൻ, പ്രത്യുമ്ന എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. തസ്മിന്നഭ്യുദയേ രാജൻ രുക്മിണി രാമകേശവോ പുരം ഭോജകടം ജഗ്മോ സാംബ പ്രത്യുമ്നകാദയ. ശ്ലോകം 27. തസ്മിൻ നിവൃത്ത ഉദ്വാഹേ കാലിംഗ്യ പ്രമുഖ നൃപ തൃപ്താസ്തേ രുക്മിണം പ്രോജുർ ബലമക്ഷൈർവിനിർജയാം. തസ്മിൻ നിവൃത്ത ഉദ്വാഹേ, തസ്മിൻ ഉദ്വാഹേ, ആ വിവാഹം നിവൃത്തെ കഴിഞ്ഞ സമയത്തിൽ, അപ്പൊ അനിരുദ്ധന്റെയും രോചനയുടെയും വിവാഹം കഴിഞ്ഞ ആ സമയത്ത് തൃപ്ത ഗർഭിഷ്ഠരായ കാലിംഗ പ്രമുഖ, കലിംഗൻ മുതലായ തേ നൃപ രാജാക്കന്മാർ ബലരാമനെ അക്ഷയ് ചൂത് കളിക്കാനായിക്കൊണ്ട് വിനിർജയം, ജയിച്ചാലും എന്ന് രുക്മിയോട് പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ രുക്മിയോട് പറഞ്ഞു, ബലരാമനെ ചൂത് കളിക്കാൻ വിളിക്കണം, എന്നിട്ട് അവനെ ചൂതുകളിയിൽ തോൽപ്പിക്കണം എന്ന് രുക്മിയെ പ്രോത്സാഹിപ്പിച്ചു കലിംഗൻ തുടങ്ങിയ രാജാക്കന്മാർ.
തസ്മിൻ നിവൃത്തേ ഉദ്വാഹേ കാലിംഗ പ്രമുഖ നൃപ തൃപ്താസ്തേ രുക്മിണം ബ്രോജോർ ബലം അക്ഷർ വിനിർജയാം. ശ്ലോകം 28. അനക്ഷജ്ഞോ ഹ്യയം രാജൻ അഭി തദ്വ്യസനം മഹത് ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷൈ രുക്മ്യ അതീവ്യതാം. അനക്ഷജ്ഞ ഹി അയം രാജൻ, ഹേ രാജാവേ, അയം ഇവൻ, അനക്ഷജ്ഞ അഭി, അനജ്ഞ എന്ന് പറഞ്ഞാൽ ചൂതുകളി നന്നായി അറിയാത്തവനായിരുന്നു. അക്ഷം ചൂതുകളിയാണ്. അനജ്ഞൻ എന്ന് വെച്ചാൽ ചൂതുകളി അറിയാത്തവനെങ്കിലും തദ്വ്യസനം ഇതിലുള്ള താല്പര്യം മഹത്താകുന്നു. മഹത് ഇത് ഇപ്രകാരം മുക്ത പറയപ്പെട്ട അവൻ ബലം ബലനെ ആകൂയ ബലരാമനെ വിളിച്ചിട്ട് തേന അവനോടുകൂടി അക്ഷയ് കരുക്കൾ കൊണ്ട് രുക്മി അതീവ്യ വ്യത കളിച്ചു. അപ്പൊ ഇവിടെ അനക്ഷജ്ഞൻ എന്ന് പറഞ്ഞാൽ അക്ഷം എന്ന് പറഞ്ഞാൽ ചൂതുകളി അറിയാത്തവൻ എന്ന അർത്ഥമുണ്ട്. വേറെ ഒരു അർത്ഥം വരും. അനക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചവൻ. ഞാൻ എന്ന് പറഞ്ഞാൽ പരിപൂർണൻ. അപ്പൊ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചവനും ജ്ഞാനപരിപൂർണനുമാണ് ബലരാമൻ. അപ്പൊ പിന്നെ ചൂതുകളി അറിഞ്ഞൂടാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ചൂതുകളി അത്ര അറിഞ്ഞൂടാന്നാണ് അവര് വിചാരിച്ചത്. അനക്ഷജ്ഞോ ഹ്യയം രാജൻ അഭിതവ്യസനം മഹത് ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷൈ രുക്മി അതീവ്യതാം. ശ്ലോകം 29. ശതം സഹസ്രമൈതം രാമസ്തത്രാദദേവണം തം തു രുക്മ്യ അജയത്തത്ര കാലിംഗ പ്രാഹസത് ബലം ദന്താൻ ദർശയന്നുച്ചൈർ നാമൃഷ്യത് തത്ഹലായുധാം. ശതം സഹസ്രം ആയുധം രാമഃ തത്ര ആദദേ പണം. അതിൽ അചൂതുകളിയിൽ രാമൻ ശതം 100 സഹസ്രം 1000 ആയുധം 10000 പണം പന്തയം ആദാനം ചെയ്തു. അപ്പൊ ചൂത് കളിക്കുമ്പോൾ പണം വെച്ചാണല്ലോ കളിക്കുന്നത്. ആദ്യം 100 വയ്ക്കും, പിന്നെ 1000 വയ്ക്കും, പിന്നെ 10000 വയ്ക്കും. അങ്ങനെ പണം വെച്ച് പന്തയം കളിച്ചുകൊണ്ടിരുന്നു. തന്തു അതിനെ ആവട്ടെ രുക്മി അജയൻ. ആദ്യമൊക്കെ രുക്മി ജയിച്ചു. കലിംഗൻ ദന്താൻ പല്ലുകളെ ദർശയൻ നന്നായി കാട്ടിക്കൊണ്ട് ഉച്ചമായിട്ട് ബലനെ പ്രാഹസം ചിരിച്ചു. ബലനെ നോക്കി ചിരിച്ചു. അപ്പൊ രുക്മിയാണ് ആദ്യത്തെ കളിയിലെല്ലാം ജയിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? കാലിംഗൻ രുക്മിയെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. അല്ലെ, രുക്മിയല്ല, ബലരാമനെ നോക്കി. അതിനെ ഹലമാകുന്ന ആയുധത്തോടു കൂടിയവൻ നാമൃഷ്യം. അപ്പോ ബലരാമൻ ഇത് സഹിച്ചില്ല. ഇവന്റെ ഈ അസഹ്യമായ പരിഹാസം ബലരാമൻ സഹിച്ചില്ല. അപ്പൊ ഇവിടെ എന്തോ സംഭവം നടക്കും. അതാണ് ഹലമാകുന്ന ആയുധത്തോടു കൂടിയവൻ, കലപ്പയാകുന്ന ആയുധത്തോടു കൂടിയ ബലരാമൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശതം സഹസ്രം ആയുധം രാമസ്തത്രാദയേ പണം തം ദുരുക്മ്യാജയത്തത്ര കാലിംഗ പ്രാഹസത് ബലം ദന്താൻ ദർശയനുച്ച നാമൃഷത്തത്ഹലായുധകാം. ശ്ലോകം 30. തതോ ലക്ഷം രുക്മ്യഗൃഹാത് ഗ്ലഹം തത്രാജയത് ബലഃ ജിതവാനഹമിത്യാഹ രുക്മി കൈതവമാശ്രിതഃ. തതഃ അനന്തരം ലക്ഷം രുക്മി അഗൃഹാത്. രുക്മി ലക്ഷം ഗ്ലഹം പന്തയം അഗൃഹാത് വച്ചു. അപ്പൊ ആദ്യം 100, 1000, 10000, അടുത്ത് രുക്മി ലക്ഷം വച്ചു. തത്ര അതിൽ ബലരാമൻ അജയൻ. അപ്പൊ ഇത്രയും 1000 വരെ വെച്ചപ്പോൾ ആര് ജയിച്ചു? 10000 വരെ വെച്ചപ്പോൾ രുക്മി ജയിച്ചു. അടുത്ത് ലക്ഷം വെച്ചപ്പോൾ ജയിച്ചതാരാണ്? ബലരാമൻ. രുക്മി കൈതവം കപടത്തെ ആശ്രയിച്ച് അഹം ഞാൻ ജിതവാൻ, ഞാൻ ജയിച്ചു ഇതിയാക എന്ന് പറഞ്ഞു. എന്നിട്ട് രുക്മി കള്ളം വിളിച്ചു പറഞ്ഞു, ഞാൻ ജയിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. തതോ ലക്ഷം രുക്മി അഗൃഹാത് ഗ്ലഹം തത്ര അജയത് ബലഃ ജിതവാൻ അഹമിത്യാഹ രുക്മി കൈതവമാശ്രിതഃ. ശ്ലോകം 31. മഞ്ഞുനാ ക്ഷുഭിതാ ശ്രീമാൻ സമുദ്രൈവ പർവണി ജാത്യാരുണാക്ഷോ അതിരുഷ നിർബുദം ഗ്ലഹമാദതേ. മഞ്ഞുന ക്ഷുഭിത ശ്രീമാൻ അധിക ഐശ്വര്യമുള്ളവനും
ജാത്യ അരുണ അക്ഷ, സ്വഭാവത്താൽ തന്നെ അരുണാക്ഷ, ചുവന്ന കണ്ണോട് കൂടിയവനും, മഞ്ഞിന ക്രോധത്താൽ, പർവണി വെളുത്തവാവ് നാൾ സമുദ്രം പോലെ, വെളുത്തവാവ് നാൾ സമുദ്രം ശോഭിക്കുന്ന പോലെ, ക്ഷുഭിത ക്ഷോഭിച്ചനുമായ രാമൻ അതിരിഷ അതിക്രോധത്തോടുകൂടി, നർബുദം 10 കോടി, ഗ്ലഹം പന്തയമാതതെ 10 കോടി പന്തയം വെച്ചു. അപ്പൊ ഇവിടെ രുക്മി ലക്ഷ്യം വെച്ചപ്പോൾ അടുത്ത് ബലരാമൻ 10 കോടി പന്തയം വെച്ചു. മഞ്ഞുനാ ക്ഷുഭിത ശ്രീമാൻ സമുദ്രൈവ പർവണി ജാത്യാരുണാക്ഷോ അതിരുഷ നർബുദം ഗ്ലഹമാതതേ. ശ്ലോകം 32. തം ചാഭിജിതവാൻ രാമോ ധർമ്മേണ ചലമാശ്രിതഃ രുക്മീജിതം മയാത്രേ ഇമേ വദന്തു പ്രാസ്നിക ഇതി. തം ചാഭിജിതവാൻ രാമഃ ധർമ്മേണ ഛലം ആശ്രിതഃ രുക്മീജിതം മയാ അത്ര ഇമേ വദന്തു പ്രാസ്നികം ഇതി. രാമൻ ധർമ്മേണ ധർമ്മത്തോടുകൂടി തമ്മവി അതിനെയും ജിതവാൻ ജയിച്ചു. രാമന് കള്ളക്കളിയൊന്നുമില്ല, ധർമ്മത്തോടുകൂടി രാമൻ ജയിച്ചു നേരായവതി. പക്ഷെ രുക്മി എന്ത് ചെയ്തു? രുക്മി ഛലം കളവിനെ ആശ്രയിച്ചിട്ട് മയ എന്നാൽ ജിതം ജയിക്കപ്പെട്ടു. അവിടെയും രുക്മി ഉറക്കെ കടന്നു വിളിച്ചു പറഞ്ഞു, ഞാൻ ജയിച്ചു. ഇമേ പ്രാസ്നിക. അപ്പൊ അവിടെ മധ്യസ്ഥന്മാർ വന്നു. എന്നിട്ട് പറഞ്ഞു, ആ മധ്യസ്ഥന്മാർ പറയട്ടെ ഇത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് രുക്മി പറഞ്ഞു, ഞാൻ ജയിച്ചു, എന്നാ മധ്യസ്ഥന്മാർ പറയട്ടെ ആര് ജയിച്ചു എന്നിങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു. തം ചാഭിജിതവാൻ രാമോ ധർമ്മേണ ചലമാശ്രിത രുക്മീജിതം മയാത്രായ്മേ വദന്തു പ്രാസ്നിക ഇതി. ശ്ലോകം 33. തത്രാബ്രവീത് നഭോ വാണി ബലേനൈവ ജിതോഗ്ലഹ ധർമ്മദോ വജേനൈവ രുക്മി വദതി വൈ മൃഷാം. തഥാ അബ്രവീത് നഭോ വാണി ബലേന ഏവ ജിതഃ ഗ്ലഹഃ പന്തയം ബലേന ഏവ ബലനാൽ തന്നെ ധർമ്മപ്രകാരം ജയിക്കപ്പെട്ടു. രുക്മി മൃഷ കളവായിട്ട് വചനേന ഏവ വചനം കൊണ്ട് മാത്രം വദതി പറയുന്നുവെന്ന് തഥാ അപ്പോൾ നഭോവാണി ആകാശവാക്ക് അബ്രവി. അപ്പോൾ ഉടനെ ഒരു അശരീരി ഉണ്ടായി. ധർമ്മപ്രകാരം ജയിച്ചത് ബലരാമനാണ്, രുക്മി കളവാണ് പറയുന്നതെന്ന് ഒരു അശരീരി ഉണ്ടായി. തഥാ ബ്രവീത് നഭോവാണി ബലേനൈവ ജിതോഗ്ലഹ ധർമ്മദോ വചനേനൈവ രുക്മി വദതി വൈ മൃഷ. ശ്ലോകം 34. താമനാദൃത്യ വൈദർഭ്യോ ദുഷ്ടരാജന്യ ചോദിതഃ സംഘർഷണം പരിഹസൻ വിഭാഷേ കാല ചോദിതഃ. തം അനാദൃത്യ വൈദർഭക വിദർഭ രാജപുത്രൻ അതായത് രുക്മി താം അതിനെ അനാദൃത്യ ആദരിക്കാതെ, ആകാശവാണിയെ ആദരിക്കാതെ ദുഷ്ടരാജന്യ ചോദിതാഹ ചോദിതഃ ദുഷ്ടന്മാരായ രാജാക്കന്മാരാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി സംഘർഷണം ബലരാമനെ പരിഹസിച്ചു. കാലചോദിത കാലത്താൽ പ്രേരിതനായിട്ട് ബഭാഷെ പറഞ്ഞു. അപ്പൊ ദുഷ്ടരാജാക്കന്മാർ രുക്മിയെ അനുകൂലിച്ചു. അപ്പോ രുക്മി എന്ത് ചെയ്തു? കാലദോഷമൊന്ന് മാത്രമേ പറയാവൂ. അപ്പം രുക്മി ബലരാമനെ പരിഹസിച്ചു. താമനാദൃത്യ വൈദർഭ്യോ ദുഷ്ടരാജന്യ ചോദിതഃ സംഘർഷണം പരിഹസൻ വിഭാഷേ കാല ചോദിതഃ. ശ്ലോകം 35. നൈവാക്ഷകോവിദായൂയം ഗോപാലാവന ഗോചരാഹ അക്ഷൈർദീവ്യന്തി രാജാനോ ബാണൈശ്ചന ഭവാദൃശാം. ന ഏവ അക്ഷകോവിദ യൂയം ഗോപാല വനഗോചരാഹ. അപ്പോ രുക്മി ആക്ഷേപിക്കുകയാണ്, ഗോക്കളെ പാലിക്കുന്നവരും വനഗോചര കാട്ടിൽ വസിക്കുന്നവരുമായ യൂയം നിങ്ങൾ അക്ഷകോവിദായേവ ചൂതിൽ സമർത്ഥരല്ല നിശ്ചയം. അക്ഷയ് കരുക്കൾ കൊണ്ടും ബാണങ്ങൾ കൊണ്ടും രാജാക്കന്മാർ ദിവ്യന്തി കളിക്കുന്നു. ഭവാദൃശാനഹ നിങ്ങളെപ്പോലുള്ളവരല്ല ചൂത് കളിക്കുന്നത്, അതൊക്കെ മിടുക്കരായ രാജാക്കന്മാരാണ്. നിങ്ങൾ വനത്തിൽ സഞ്ചരിക്കുന്നവരാണ്, പശുവിനെ മേയ്ക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. നൈവാക്ഷകോവിദായൂയം ഗോപാലാവന ഗോചരാഹ അക്ഷൈർദീവ്യന്തി ജരാജാനോ ബാണൈശ്ചന ഭവാദൃശാം. ശ്ലോകം 36. രുക്മിണൈവം അധിക്ഷിപ്തോ രാജഭിക്ഷോ ഉപഹാസിതഃ കൃത്തപരിഖം ഉദ്യമ്യ ജഘ്നേതം നൃമ്ന സംസതി.
രുക്മിണ ഏവം അധിക്ഷിപ്തഃ. ഏവം ഇപ്രകാരം രുക്മിയാൽ അധിക്ഷിപ്തഃ അധിക്ഷേപിക്കപ്പെട്ടവനും രാജഭിഹി ച ഉപഹാസിതഃ രാജാക്കന്മാരാൽ പരിഹാസപാത്രമായവനും പരിഹസിക്കപ്പെട്ടവനും കൃത്തഃ ക്രോധിച്ചവനുമായ രാമൻ പരിഖം ഉടനെ തന്നെ തന്റെ ഇരുമ്പുലൊക്കെ എടുത്തിട്ട് ഉയർത്തിയിട്ട് നൃമ്ണ സംസതി മംഗളസഭയിൽ അവനെ ജഗ്നെ വധിച്ചു. അപ്പൊ അവിടെ അനിരുദ്ധന്റെ വിവാഹം നടക്കുകയാണ്. പക്ഷേ ബലരാമന് ദേഷ്യം വന്നു. രുക്മി അധിക്ഷേപിച്ചു, രാജാക്കന്മാർ പരിഹസിച്ചു. അങ്ങനെ ക്രോധിച്ച ബലരാമന് ഇരുമ്പുലൊക്കെ ഉയർത്തിപ്പിടിച്ച് കല്യാണ സഭയിൽ വെച്ച് തന്നെ രുക്മി അടിച്ച് കൊന്നു. രുക്മിണൈവാധിക്ഷിപ്തോ രാജഭിച്ചോപഹാസിതഃ കൃത്തപരിഖം ഉദ്യമ്മ ജഗ്നേതം നൃമ്ണ സംസദേ. ശ്ലോകം 37. കലിംഗരാജം തരസ ഗൃഹീത്വാ ദശമേ പദേ ദന്താനാപാദയത് കൃത്തോ യോ ഹസത് വിവൃതൈർദിജൈ. കലിംഗരാജം തരസ ഗൃഹീത്വാ ദശമേ പദേ ദന്താൻ അപാദയത് കൃത്തഃ യഹ അഹസത് വിവൃതൈഹി ദിജൈ. യഹ യാതൊരുത്തൻ വിവൃതൈഹി സ്പഷ്ടമായ ദിജൈ പല്ലുകൾ കൊണ്ട് അഹസത് ചിരിച്ചു. അപ്പൊ യാതൊരുത്തനാണോ, അതായത് കലിംഗ രാജാവ് പല്ലു മുഴുവനും കാട്ടി ചിരിച്ചു. തരസ ഉടനെ കലിംഗരാജനെ ദശമേ പതേ 10ാമത്തെ അടി എന്ന് വെച്ചാൽ കലിംഗ രാജാവ് രുക്മിയെ കൊന്നതുകൊണ്ടോ ഭയപ്പെട്ട് ഓടി. അവൻ 10 അടി വച്ചില്ല. അതാണ് ദശമേ 10ാമത്തെ പതേ ന്യാസ. 10 അടി വയ്ക്കും മുമ്പേ ഗൃഹീത്വ അവനെ പിടിച്ചിട്ട് ക്രോധിച്ച് ദന്താൻ പല്ലുകളെ പതിപ്പിച്ചു. ദേഷ്യത്തോടുകൂടി അവന്റെ പല്ലുകളെയൊക്കെ കുത്തി ഒഴിച്ചു കളഞ്ഞു. ഇനി അവൻ ആരെ നോക്കി ചിരിക്കരുത് എന്ന് പറഞ്ഞു. കലിംഗരാജം തരസ ഗൃഹീത്വാ ദശമേ പദേ ദന്താൻ അപാദയത് കൃത്തോ യോ അഹസത് വിവൃതൈർദിജൈ. ശ്ലോകം 38. അന്യേ നിർഭിന്ന ബാഹൂരു ശിരസോ രുതിരോക്ഷിതാഹ രാജാനോ ദുദ്രുവിർഭീത ബലേന പരിഖാർദിതാഹ. ബലനാൽ പരിഹാർദിതാഹ പരിഹത്താൽ, അതായത് ഉലക്ക കൊണ്ട് അടിക്കപ്പെട്ട അന്യരാജ മറ്റുള്ള രാജാക്കന്മാരെ എല്ലാം ഉലക്ക കൊണ്ട് അടിച്ചു. അവരൊക്കെ എന്ത് ചെയ്തു? നിർഭിന്ന ബാഹു ഒരു ശിരസ. അവരെ കൈകളും കാലുകളും തലകളും ഒക്കെ അവിടെ അറ്റു വീണു. അങ്ങനെ ഭേദിക്കപ്പെട്ട കൈകളോടും തുടകളോടും ശിരസുകളോടും കൂടിയവരായി രുതിരോഷിത രക്തത്താൽ നനയപ്പെട്ടവരായി ഭീത ഭയപ്പെട്ടവരായി ദുദ്രുതോടി. അപ്പൊ കൈ കിട്ടിയവരെയല്ല കൊലക്കൊണ്ട് അടിയോടടിയാണ്. അപ്പൊ കുറെ പേരെ കൈ പോയി, കുറെ പേരെ കാല് പോയി, ചിലവരെ തല പോയി, എല്ലാം അവിടെ രക്തം. അപ്പൊ തരം കിട്ടിയത് ചിലവര് ഒക്കെ ദിക്കുകൾ നോക്കി ഓടിപ്പോയി. അന്യേ നിർഭിന്ന ബാഹോരു ശിരസോരുതിരോക്ഷിത രാജാനോ ദുദ്രുവർഭീത ബലേന പരിഹാർദിത. ശ്ലോകം 39. നിഗതേ രുക്മിണി സ്യാലേ നാബ്രവീസാദ്വസാധുവാ രുക്മിണി ബലയോ രാജൻ സ്നേഹഭംഗഭയാത് ഹരിഹി. നിഹതേ രുക്മിണി സ്യാലനായ രുക്മിണി. ഇവിടെ രുക്മിണി എന്നെ രുക്മിണിയുടെ സഹോദരനാണല്ലോ രുക്മിയെ നിഹതേ ഹനിക്കപ്പെട്ട സമയത്തിൽ, രുക്മി കൊല്ലപ്പെട്ട സമയത്ത് രാജാവേ ഹരിഹി കൃഷ്ണൻ രുക്മിണി ബലയോഹോ രുക്മിണിയുടെയും ബലരാമന്റെയും സ്നേഹഭംഗത്തിലുള്ള ഭയം ഹേതുവായിട്ട് സാധുവ അസാധുവ നന്നായി എന്നോ അല്ല എന്നോ നാബ്രവീത് പറഞ്ഞില്ല. നന്നായി എന്ന് പറഞ്ഞാൽ രുക്മിണിക്ക് പ്രയാസമാകും, നന്നായില്ല എന്ന് പറഞ്ഞാൽ ബലരാമന് പ്രയാസമാണ്. അതുകൊണ്ട് കൃഷ്ണൻ മിണ്ടാതെ ഇരുന്നു. നിഹതേ രുക്മിണി സ്യാലേ നാബ്രവീത് സാധു അസാധുവ രുക്മിണി ബലയോ രാജൻ സ്നേഹഭംഗഭയാത് ഹരിഹി. ശ്ലോകം 40. തതോനിരുദ്ധം സഹസൂര്യയാവരം രഥം സമാരോപ്യ യയുകുശസ്ഥലീം രാമാദയോ ഭോജകടാദശാർഹ സിദ്ധാഖിലാർത്ഥ മധുസൂദനാശ്രയാഹ. തതഃ അനിരുദ്ധം സഹ സൂര്യയാ വരം രഥമാരോപ്യ യയുഃ കുശസ്ഥലീം രാമ ആദയഃ ഭോജകടാത് ദാശാർഹ സിദ്ധ അഖിലാർത്ഥ മധുസൂദന ആശ്രയാഹ. മധുസൂദനാശ്രയമായിരിക്കുന്ന രാമാദയ
രാമൻ മുതലായ ദാശാർഹന്മാർ സിദ്ധാഖിലാർത്ഥ എല്ലാ കാര്യവും സാധിച്ചവരായി. തതഹ പിന്നെ സൂര്യയാസഹ നവവധുവിനോടുകൂടി അനിരുദ്ധനായ വരനെ രഥം തേരിൽ സമാരോപ്യ കയറ്റിയിട്ട് ഭോജകടത്തിൽ നിന്ന് കുശസ്ഥലിയെ അതായത് ദ്വാരകയെ യാനം ചെയ്തു. അപ്പോ ശ്രീഹരിയെ ആശ്രയിച്ചവർ എല്ലാ കാര്യവും സാധിക്കും എന്നുള്ള മംഗളാശംസ ചെയ്തുകൊണ്ട് ആ പുതിയ നവവധുവിനെയും അതായത് രോചനെയും വരനായ അനിരുദ്ധനെയും രഥത്തിൽ കയറ്റി മറ്റുള്ളവരെല്ലാവരും ഭോജകടത്തിൽ നിന്നും പുറപ്പെട്ട് ദ്വാരകാപുരിയെ പ്രാപിച്ചു. അപ്പൊ ഇങ്ങനെ ഇവിടെ ശത്രുവധം, പൗത്രവിവാഹം എന്നിങ്ങനെ സകല കാര്യങ്ങളും പ്രയാസം കൂടാതെ രാമാദികൾക്ക് സാധിച്ചു. എന്തുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ സാധിച്ചത്? എല്ലാ പേർക്കും ആശ്രയം സർവാത്മാവായ ഹരി തന്നെയാണ്. ഭഗവാൻ ആശ്രയമായിരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ അനിരുദ്ധ വിവാഹേ രുക്മിവധോ നാമ ഏകഷഷ്ടിതമോധ്യായത സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.